ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ജീൻസിൻ്റെയും സ്കേർട്ടിൻ്റെ ഒക്കെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ക്രോപ്പ് ടോപ്പിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ക്ലോത്ത് 4ആയി മടക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സ്ട്രാപ്പ് ആണ് വരുന്നത്, ടൈ സ്ട്രാപ്പ്. അപ്പോൾ ആ സ്ട്രാപ്പിൻ്റെ ഡിസ്റ്റൻസ് നമുക്കൊന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ ഞാൻ അവിടെ 10 ഇഞ്ചാണ് എൻ്റെ സ്ട്രാപ്പ് ഡിസ്റ്റൻസ് 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്മോൾ ടു മീഡിയം വരുന്നവർക്കൊക്കെ ഈ 5 ഇഞ്ച് മതിയാവും. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആം ഹോൾ ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെസ്റ്റാണ് അടയാളപ്പെടുത്താനുള്ളത്. അപ്പോൾ എൻ്റെ ചെസ്റ്റ് അളവ് എന്ന് വെച്ചാൽ 36ആണ്. അപ്പോൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 8.5 കിട്ടി. അതിനുശേഷം അതിൻ്റെ കൂടെ സീം അലവൻസ് അടക്കമാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്തത് നമ്മളിനി സ്ട്രാപ്പാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ 1.5 ഇഞ്ച് വീതിയിലാണ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2 വശത്തേക്കുള്ള സ്ട്രാപ്പിനുള്ള ക്ലോത്ത് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രാപ്പ് അടിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതുപോലെ മടക്കി അടിക്കുകയാണ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് പോലെ ചെയ്തെടുക്കാം. ഞാൻ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യണത്. ഇനി അടുത്തത് നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മേലത്തെ ഭാഗം ഇതിൻ്റെ മേലെ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് സ്ട്രാപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിതുപോലെ മടക്കി ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമുക്ക് സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് സ്ട്രാപ്പ് വെച്ചിട്ട് അതിൻ്റെ മേലെ ലൈനിങ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ആം ഹോൾ മുതൽ മറ്റേ ആം ഹോൾ വരെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
ഇതുപോലെ തന്നെ നമ്മൾ 2 വശവും സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. നമ്മളിപ്പോൾ കോട്ടൺ ആയതുകൊണ്ടാണ് അവിടെ പതിച്ചടിക്കാത്തത്. നിങ്ങൾ വേറെ വല്ല ക്ലോത്താണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഒന്ന് പതിച്ചടിച്ച് കൊടുത്താൽ കുറച്ചും കൂടെ അതിനുശേഷം നമുക്ക് താഴത്തെ പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ക്ലോത്ത് എടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ച് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു നൂലിട്ടിട്ട് നൂല് വലിച്ച് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. നമ്മളിത് ഇതുപോലെ നൂല് വലിച്ചിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പോർഷനായിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2 ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിത് 2 സൈഡും കൂട്ടിയടിച്ച് അടി മടക്കി അടിച്ചിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്കിതുപോലത്തെ ടോപ്പുകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇത് സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.